ഇതെന്തിനാണെന്ന് സാധാരണ ഒരു ഡാം ലോകത്തൊരിടത്തിന് ഒരു ഡാമിനും ഇത്ര ഈ ഉന്നതാധികാര സമിതിയും സൂപ്പർവൈസറി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഒന്നും ലോകത്തൊരു ഡാമിനും ഇല്ല. അത്തരം ഒരു വലിയൊരു പരിശോധന നടന്നിട്ട് പോലും നമുക്ക് ആ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും. പരിശോധന എന്ത് നടന്നു? പരിശോധന നടന്നതൊക്കെ ഈ വക ഏജൻസിയുടെ എല്ലാം പരിശോധന നടന്നിട്ട് അത് സുപ്രീം കോടതിയിലെത്തിയില്ല. പിന്നെ ഒരു റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ വെച്ചിട്ട് ഈ ഡാമിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോയി പരിശോധന നടത്തി, അതും സുപ്രീം കോടതിയിലെത്തിയില്ല. AK ആൻ്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നേവിയിലെ മുങ്ങൽ വിദഗ്ധരെയും കൂടെ അയച്ചതാണ്. ഇവിടെ എത്തി, പക്ഷെ ഡാമിലേക്ക് എത്തിയില്ല. തിരിച്ചു വിളിപ്പിച്ച്. ആര് വിളിപ്പിച്ച്? ചിദംബരം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ AK ആൻ്റണിയേക്കാളൊക്കെ നാടിനെ സ്നേഹിക്കുന്ന അവരുടെ നാട്, ചിദംബരത്തിൻ്റെ നാട് തമിഴ്നാടാണ്. അപ്പം ചിദംബരം വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും, പിന്നെ ശ്രീ AK ആൻ്റണി വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പം ശ്രീ AK ആൻ്റണി ആരുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു? തമിഴ്നാടിൻ്റെ. ഒരു ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് സദേൺ നേവൽ കമാൻഡ്, ഈ ഡാമിൻ്റെ അടിയിലാണ്. നേവൽ ആർമമെൻറ്റ് ഡിപ്പോ നാടിൻ്റെ ഈ ഡാമിൻ്റെ അടിയിലാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. അപ്പം ഇത്രയും 128 വർഷം പഴക്കമുള്ള ഈ ഡാം അവിടെ നിന്നോട്ടെ എന്ന് ശ്രീ AK ആൻ്റണി വിചാരിച്ചാൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണ്ടേ? ഒരു ഡിഫൻസ് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തം എന്താണ്? ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ, കൊച്ചി പോലെയുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ നേവൽ ആർമമെൻറ്റ് ഡിപ്പോ, പിന്നെ സദേൺ നേവൽ കമാൻഡ്, അതിൻ്റെ സുരക്ഷ നോക്കണ്ടേ? രാജ്യത്തിൻ്റെ സുരക്ഷ പോട്ട്, അല്ല കേരളത്തിൻ്റെ സുരക്ഷ പോട്ട്. ഈ സദേൺ നേവൽ കമാൻഡിൻ്റെയും നേവൽ NADയുടെയും സുരക്ഷ ശ്രീ AK ആൻ്റണി നോക്കാതിരുന്നത് കൊണ്ട് എന്ത് ഡിഫൻസ് മിനിസ്റ്ററാണ് അദ്ദേഹം? ഇത്തരം ആളുകൾ ഈ നാടിൻ്റെ, കേരളത്തിൻ്റെ ശാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പ്രയോജനവും ഇല്ല, ദുരന്തമാണ്, നമുക്കെതിരാണ് ഇവർ. അത് തിരിച്ചറിയണം. കാലം കഴിഞ്ഞു. ഇതൊക്കെ എന്ന് മലയാളികൾ തിരിച്ചറിയും? ഈ ആളുകളെയൊക്കെ, ഈ വെള്ള മുണ്ടുടുത്ത പെരുങ്കള്ളന്മാരെ എന്ന് തിരിച്ചറിയും? ഇവിടെ പത്രക്കാരൊക്കെ പറയണം 142 എന്നാണ്. തെറ്റാണത്. 2018 പ്രളയകാലത്ത് ഞാൻ കൊടുത്ത കേസിൽ ഉണ്ടായ ഉത്തരവാണ് 139 എന്നുള്ളത്. അത് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പം 139 വരെ അവർക്ക് ജലനിരപ്പ് ഉയർത്താം. അവരെന്തുകൊണ്ടാണ് അത്രയും വെള്ളം വരാഞ്ഞിട്ടും തുറന്നു വിടുന്നത്? അവിടെ പ്രളയമായതുകൊണ്ട് മാത്രമല്ല, ഭയമുണ്ട്. മനസ്സിലായോ? ഭയമുണ്ട്. ഇത് തകർന്നു പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും 152 എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണ്. 152ലേക്ക് ഉയർത്തും എന്ന് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയമാണ്. അങ്ങനെ അവർക്ക് പറയണം, പറഞ്ഞാൽ ആ വോട്ട് കിട്ടുള്ളൂ. അവരൊന്നും ഉയർത്താനൊന്നും പോകുന്നില്ല. കാരണം ഇനി കൂടുതൽ വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ നിലനിർത്തിയാൽ ഡാം ഏത് സാഹചര്യത്തിലും തകരാവുന്നതാണെന്ന് അവർക്കറിയാം. അവർക്ക് വേറെ പല കാര്യങ്ങളും അറിയാം. ഡാം റിപ്പയർ ചെയ്ത് ശക്തിപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ലോകത്തില്ല. കേബിൾ ആങ്കറിങ്ങും പ്ലാസ്റ്ററിങ്ങും പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ക്യാപ്പിങ്ങും എന്നൊക്കെ പറഞ്ഞ അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം അശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഇത് ഡാമിൻ്റെ ശക്തി നിലവിലുള്ളതിൽ നിന്ന് കുറയ്ക്കുക ചെയ്യുന്നത് ആക്ച്വലി.